ജഗന്നാഥനും പുലിമുരുകനും നമുക്ക് പ്രിയപ്പെട്ടതിൽ ഒന്നാമത്. അതെ, ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഭരത് മോഹൻലാൽ. ഏതു വേഷവും അനായാസേന അഭിനയിച്ച് ഫലിപ്പിക്കുന്ന താരം. സിക്കാർ എന്ന മലയാള സിനിമയിലെ ഡോക്ടർ സയ്യിദ് അബ്ദുൾ റഹ്മാൻ എന്ന മാവോയിസ്റ്റ് നേതാവിനെ നമ്മൾ മറക്കില്ല. അതെ, ആ സിനിമയിലെ വേഷവിധാനം അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരൊണക്ക ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിന്റെ അല്ല, ഒരൊണക്ക നായകനായി നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാൽ മതി. ഗോപാലകൃഷ്ണ ഓടാ മത്തായിച്ചേട്ടാ, ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയോ, അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ ഒരുത്തി മതിയോ? മതി എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. മലയാള സിനിമയ്ക്ക് മൈലില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബാരയ്ക്ക് മെന്നെ കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് ഞമ്മൾ ഇങ്ങനൊരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളുകയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പാലും തലേനയും പൊരിഞ്ഞോളിയും കൊണ്ടാ. അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്തുനിന്ന്. എന്ത് ഉയർച്ച ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് നാം ചിന്തിക്കാം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. തോക്കുകളും ബോംബുകളുമല്ല, ചിന്തയുടെ ഉരയിൽ ഉരച്ചെടുത്തതാണ് യഥാർത്ഥ വിപ്ലവം. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെയെല്ലാം ഒരുമിച്ച് നിർത്തുന്നതാണ് ആർഷഭാരത സംസ്കാരം. സ്വാമി വിവേകാനന്ദ. നമ്മുടെ ഏത് ആർത്തിയെയും തൃപ്തിപ്പെടുത്താൻ ഭൂമിക്ക് കഴിയും, പക്ഷേ നമ്മുടെ അത്യാർത്തിയെ തൃപ്തിപ്പെടുത്താൻ ഭൂമിക്ക് കഴിയില്ല. മഹാത്മാഗാന്ധി.